ഈ സംഭവം അറിയുമ്പോൾ ഈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടല് അറിഞ്ഞ ആ ടൈമിൽ തന്നെ 3:30 3 മണിക്കാണ് അറിഞ്ഞത്. 3:30 ഞാൻ ഫയർ ഓഫീസർ നമ്മളെ സ്റ്റേഷൻ പാടിനെ വിളിച്ചു ചോദിച്ചു. അപ്പം ഫസ്റ്റ് റെസ്ക്യൂ ടീം ഇവിടെ ഇപ്പോൾ മീഞ്ചന്ത സ്റ്റേഷനിൽ പുറപ്പെടുന്നുണ്ടെന്ന് പറയുകയും പറ്റുമെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാൻ കയ്യിൽ കിട്ടിയ 1-2 യൂണിഫോം ബാഗിലിട്ട് ഒരു യൂണിഫോം ഞാൻ ധരിക്കുകയും ചെയ്തിട്ട് അന്ന് തന്നെ തിരിച്ചു പോരാന്നുള്ള രീതിയിലാണ്. എന്താന്നുള്ള അവിടുന്ന് അറിയില്ലല്ലോ. കുറച്ചൊരു ഉരുൾപൊട്ടൽ നടന്നിക്കണമെങ്കിൽ സാധാരണ രീതിയിൽ അന്ന് പോയി ഒരു റെസ്ക്യൂ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോരാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ അതുകൊണ്ട് പോയത്. ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ 10-16 ഇതിന്റെ എക്സ്പെർട്ട് ആളുകളും ഞാൻ സിവിൽ ഡിഫൻസ് വളണ്ടിയറാണ്. ഞാനടക്കം 17 പേരാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ മുഖ്യ സ്റ്റേഷനിൽ പോയി അവിടെ നിന്നുള്ള ഒരാളും കൂടി കൂട്ടിയിട്ട് അതിലെ കോടഞ്ചേരി വഴിക്ക് ആണ് പോയത്. ആ പോകുന്ന വഴിക്ക് ഈ നമ്മളെ അവിടെ റോഡിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് നമ്മളെ വണ്ടി അതിലെ പോകാതെ തിരിച്ചു താമരശ്ശേരി വഴിക്ക് നമ്മൾ പോവുകയാണ് ചെയ്തത്. സിവിൽ ഡിഫൻസിന്റെ ഈ ട്രൂ കെയർ വണ്ടിയാണ്, നമ്മളെ മിലിറ്ററിക്കാർ എടുത്തുകൊണ്ടായിരുന്ന അങ്ങാരി വണ്ടിയിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. ആ വണ്ടി കണ്ടതിനെ കൊണ്ട് എല്ലാവരും വഴി ഒരുക്കി തരികയും ഞങ്ങൾ അവിടെ എത്തുകയും അവിടെ എത്തിയപ്പോൾ ഉണ്ടായ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അതിദയനീയവും ഭയാനകവുമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. ആയിരക്കണക്കിന് ആളുകൾ അപ്പുറത്ത് അവിടെ ഭരിച്ച ആളുകളുണ്ട്, പരിക്ക് പറ്റിയ ആളുകളുണ്ട്. അവരെല്ലാം അപ്പുറത്ത് നിന്ന് മുറവിളി കിട്ടുന്നു. അവർക്ക് വെള്ളമോ ഭക്ഷണമോ കറണ്ടോ ജീവൻ രക്ഷപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലാത്ത രീതിയിലാണ് അപ്പുറത്തുള്ള ആളുകൾ നിൽക്കുന്നത്. അതിന്റെ ശേഷം റോപ്പ് റെസ്ക്യൂവിന്റെ ട്രെയിനിങ് കിട്ടിയ എക്സ്പെർട്ടായ ആളുകളായിരുന്നു നമ്മളെ കൂടെ അതുണ്ടായിരുന്ന ഈ 16 പേര്. അവര് പെട്ടെന്ന് തന്നെ റോപ്പ് സെറ്റ് ചെയ്യുകയും അപ്പുറത്തുള്ള ആൻമരത്തിലേക്ക് അത് സെറ്റ് ചെയ്ത് ആ റോപ്പിന്റെ തല ഇപ്പുറമുള്ള ഇറ്റാച്ചിയുടെ ഷവൽമേൽ കെട്ടിയിട്ട് ഇറ്റാച്ചി പൊന്തിച്ചു. അതിലൂടെ തൂങ്ങി നമ്മളോട് ഒരു ഫയർ റെസ്ക്യൂവിന്റെ ഒരാള് ഓഫീസർ അപ്പുറം പോയി മറ്റുള്ള റോപ്പുകളോട് സെറ്റ് ചെയ്ത് അതിൽ പുള്ളി സെറ്റ് ചെയ്ത് ആ പുള്ളിയിലൂടെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തു നിന്നുള്ള ആളുകൾക്കുള്ള വെള്ളവും ഭക്ഷണം അത്യാവശ്യം വേണ്ടിയുള്ള മരുന്നുകൾ അങ്ങനെ സാധനങ്ങൾ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എത്തിച്ചു. അതിൻ്റെ കൂടെ പരിക്ക് പറ്റിയ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സ്ട്രെച്ചറുകളും കൂടെ നമ്മൾ തന്നെ 4-5 ഫയർഫോഴ്സ് ഓഫീസർമാർ കൂടി അപ്പുറം പോയി കൂടെ NDRFന്റെ ആളുകളും ആർമിന്റെ ആളുകളൊക്കെ അവിടെ എത്തി. ഇവരെല്ലാവരും കൂടി കൂടിക്കൊണ്ട് നമ്മളും കൂടി സഹകരിച്ചുകൊണ്ട് അവിടുന്ന് പരിക്ക് പറ്റിയ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ഇവിടുന്ന് ഭക്ഷണം അങ്ങോട്ട് എത്തിക്കുകയും ചെയ്തപ്പോൾ അവിടെയുള്ള ആളുകളുടെ ആ അങ്കലാപ്പും അവർ ആകെ പ്രയാസപ്പെട്ടിട്ട് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. അതിൽ നിന്ന് അവർക്കൊരു സമാധാനം കിട്ടുകയും അവർ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുകയും ചെയ്തു. DFO മുസ സാർ എൻ്റെ അടുത്ത് വന്നിട്ട് ഇനി 22 പേരും കൂടി നമുക്ക് പുറത്തേക്ക് ബോഡി എത്തിക്കാനുണ്ട്, അതിനു വേണ്ടിയുള്ള ആംബുലൻസ് സെറ്റ് റെഡിയാക്കാൻ പറഞ്ഞപ്പോൾ ആംബുലൻസുകാരോട് ഞാൻ ഒന്ന് പറഞ്ഞു ഇങ്ങനെ 10-22 ആംബുലൻസ് വേണമെന്ന്. അപ്പോൾ 22-ൽ 250 ആംബുലൻസ് ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ റെഡിയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്തിച്ചോളി എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ടൈമിൽ തന്നെ 2 റോപ്പ് റെസ്ക്യൂ ചെയ്യാനുള്ള റോപ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഇറ്റാച്ചിന്റെ ഷവലിൽ കെട്ടിക്കൊണ്ടായിരുന്നു ഇത് ചെയ്തിരുന്നത്. അതിലൂടെ നമ്മൾ കഴിയുന്നത് ഒരു 10-11 മണിയാകുമ്പോഴത്തേനും തന്നെ മരിച്ച ആളുകളെ മൊത്തത്തിൽ പ്രവർത്തിച്ചു. അതിന്റെ കൂടെ തന്നെ രാവിലെ ഒരു 10-11-12 മണിക്ക് തന്നെ ഞങ്ങൾ താൽക്കാലിക പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ RFSR നമ്മളെ ഫയർ റെസ്ക്യൂവിന്റെ അലുമിനിയം വലിയ ലാഡർ ഉണ്ട്, ആ ലാഡർ എടുത്ത് പുഴക്ക് കുറുകെ ഇടാൻ പറയുകയും അവിടുന്ന് തന്നെ 5-6 കവുങ്ങ് നാട്ടുകാരും NDRF എല്ലാവരും കൂടി മുറിച്ച് അത് ഈ അലുമിനിയം ഗാർഡന്റെ അടിയിൽ വെച്ച് കെട്ടിയും കൊണ്ട് ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചു. ആർമി എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുടെ സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ നമുക്ക് ആ പാലം പെട്ടെന്ന് തന്നെ നിർമ്മിക്കാൻ കഴിഞ്ഞു. ഒരു 3-3:30 ആയതോടുകൂടി തന്നെ നമുക്ക് അവിടെയുള്ള ഈ ആയിരക്കണക്കിന് ആളുകളെ അക്കരയിൽ നിന്ന് ഇക്കരയ്ക്ക് നടത്തിയിട്ട് തന്നെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പല ദുരന്തങ്ങളും ഞങ്ങൾ പോയി പരിചയമുണ്ടെങ്കിലും ഇത്രയും ഭയാനകവും ഇത്രയും ദയനീയമായ ഒരു ഇത് ആദ്യമായിട്ടാണ്. പിറ്റേന്ന് രാവിലെ ആണ് നമ്മൾ അപ്പുറത്തേക്ക് പോയിട്ട് ഈ മുണ്ടക്കായി എന്ന് പറഞ്ഞ സ്ഥലത്തും പുഞ്ചിരിമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ 2 വീടുകളടക്കം അത്രയും താഴ്ന്നു കിടക്കുകയായിരുന്നു. മുകളിലെ സ്ലാബ് പൊളിച്ചു, അത് പൊളിച്ചു അതിന്റെ അടിയിൽ ഇറങ്ങി, അടിയത്തെ സ്ലാബ് പൊളിച്ചു അതിന്റെ അടിയിൽ ഇറങ്ങിയിട്ടൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് അവിടുന്ന് ആളുകളെ റെസ്ക്യൂ ചെയ്യാൻ കഴിഞ്ഞത്. 3-ാമത്തെ ദിവസം മുതൽ 100 ചില്ല ഇറ്റാച്ചുകൾ അന്ന് ഉണ്ടാവുന്നതാണ് എൻ്റെ കണക്കൂട്ടൽ. അത്രയും ഇറ്റാച്ചുകൾ വന്നുകൊണ്ടായിരുന്നു ഫുള്ളായിട്ട് സെർച്ച് നടത്തിയത്. ഇങ്ങനൊരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത്രയും ദയനീയമായിട്ടുള്ള ഒരു രംഗങ്ങളായിരുന്നു നമ്മുടെ മുന്നിൽ. നമ്മളെ ഫയർ ഓഫീസറുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പോയിട്ടുണ്ട്, എല്ലാവരും കിട്ടി, പക്ഷെ എൻ്റെ ഒരു 9 വയസ്സായ മകളെ ഈ ഭാഗത്ത് ഇവിടാണ് പോയതെന്ന് തരണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു രംഗങ്ങൾ വരെ നമുക്ക് അവിടുന്ന് നേരിടേണ്ടി വന്നു. ഫസ്റ്റിൽ ഞങ്ങൾ അവിടെ പോയ ആ ടൈമിൽ
ബോഡികൾ കുറെ ആള് മരിച്ചത് അവർ ഈ അപ്പുറത്ത് നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മളെ ആളുകൾ അപ്പുറം പോയപ്പോൾ അവർ പറയുന്നത് ചളിയിൽ പൈതിക്കറ്റം നിൽക്കുന്നത്, കൈ മാത്രം മേലോട്ട് കാണുന്നത്, സ്ലാബിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന ആ രീതിയിൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രംഗമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാലും നമ്മളെ ഫയർ റെസ്ക്യൂ മാത്രമല്ല നമ്മളെ എല്ലാ സേനകളും പരിശ്രമിച്ചതിനെ കൊണ്ടാണ് ആ ആളുകളൊക്കെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ കഴിഞ്ഞതും. നമ്മൾ എത്തുമ്പോൾ തന്നെ മരണപ്പെട്ട കുറെ പേരുണ്ടായിരുന്നു. അവരെ കൂടി നമുക്ക് എടുത്ത് തിരിച്ച് ഇവിടെ ആംബുലൻസിൽ കയറ്റാനുള്ള സാഹചര്യമാണ് അന്ന് ആ ടൈമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ റെസ്ക്യൂ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ കുറെ സന്നദ്ധ സംഘടനകൾ പല രീതിയിലും ഭക്ഷണമായിട്ടും വെള്ളമായിട്ടും അവരെ ശരീരം കൊണ്ട് ഏത് രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനും തയ്യാറായിട്ടുള്ള കുറെ സംഘടനകളുടെ ആളുകൾ, ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിന് ആളുകൾ എന്ന് പറയാം. ഇത്രയും ആളുകൾ നമ്മളോട് കൂടി സഹകരിച്ച് മനുഷ്യന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ അവിടെ ഇറ്റാച്ച് തരുമ്പോഴത്തേന് അവർ അവിടെ വന്ന് എന്തൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ആ രീതിയിലൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരികയും, അതുകൂടാതെ ഭക്ഷണ വെള്ളം പറയുമ്പോൾ ഞങ്ങൾ പോകുന്ന ഭാഗത്തേക്കൊന്നും ഭക്ഷണ വെള്ളം എത്താറില്ല. ഇവര് ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെയൊക്കെ ഭക്ഷണ വെള്ളം എത്തിച്ചു തരികയും അത്രയും നല്ല രീതിയിൽ അവിടെയുള്ള ആളുകളൊക്കെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ റോപ്പ് റെസ്ക്യൂ ചെയ്യാനുള്ള റോപ്പുകൾ, അതിനുള്ള മറ്റുള്ള ഉപകരണങ്ങൾ, അതിനുള്ള എല്ലാ എക്യുപ്മെന്റുകളും എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ കൈക്കോട്ട്, ബിക്കാസ്, ഷവൽ, ഈ സാധനങ്ങളൊക്കെ അതും കരുതിയിട്ടുണ്ടായിരുന്നു. ഹാമർ, കമ്പി കട്ട് ചെയ്യാനുള്ള കട്ടർ, അത് മാനുവലായിട്ട് കട്ട് ചെയ്യുന്നതും മറ്റേ മോട്ടറിൽ വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ അത്, പിന്നെ മരം കട്ട് ചെയ്യുന്ന ചെയിൻസോ, ഈ സാധനങ്ങളെല്ലാം കൂടി ആയിട്ടായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അതൊക്കെ നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ പല സന്നദ്ധ സംഘടനകളും ഹാമറായിട്ടും കട്ടപ്പാരായിട്ടും പല രീതിയിലുള്ള ഉപകരണങ്ങൾ അവരും കൊണ്ടുവരുന്നു. ഈ സ്ലാബ് പൊളിക്കാൻ, അതേമാതിരി വീട് പൊളിച്ചിട്ട് കല്ല് പൊളിച്ചിട്ട് ഒക്കെ നമുക്ക് ഉള്ളിൽ കിടക്കാനൊക്കെ ആ ഉപകരണങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മാൻ പവർ ഉപയോഗിച്ചിട്ട്, അതുകൂടാതെ ഇറ്റാച്ചി ആണെങ്കിലും JCB ആണെങ്കിലും ആ മെഷീനറി വെച്ചിട്ടും അതേമാതിരി ക്രെയിൻ ഉപയോഗിച്ചിട്ടും ഒക്കെ അവിടെ നമുക്ക് രക്ഷപ്പെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഉരുൾപൊട്ടിയ ടൈം 1:30 മണിക്കാണ്. ആ ടൈമിൽ നമ്മൾ കൽപ്പറ്റ ഫയർ സ്റ്റേഷനിലേക്ക് കോള് വരികയും അവരപ്പം തന്നെ വണ്ടി എടുത്തു പോയി. പോകുന്ന വഴിക്ക് മരം റോട്ടുമിൽ വീണ് കിടന്നതിനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ ഭയങ്കര പ്രയാസമുണ്ടായി. നിങ്ങൾ ഈ മരങ്ങളൊക്കെ മുറിച്ച് അപകടം നടന്ന സ്ഥലത്തേക്ക്, മുണ്ടക്കൈ എന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് 3:30 മണിക്ക് വീണ്ടും ഉരുൾപൊട്ടുന്നത്. എന്തോ ഭാഗ്യവശാൽ ആ മരങ്ങളൊന്നും റോഡിൽ തടസ്സം ആയിട്ടില്ലെങ്കിൽ ഇവര് നേരെ അവിടെ പോയി കാണിച്ചാൽ ഈ 2-2:30 തന്നെ അവർ മുണ്ടക്കായിൽ എത്തുകയും അവരും കൂടി ആ അപകടത്തിൽ പെടാൻ സാധ്യത ഉണ്ടായിരുന്നു. എന്തോ ഒരു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആ മരങ്ങൾ മുറിക്കാനുള്ള ആ സമയം വൈകിയത് കൊണ്ട് മാത്രം ഇവര് ആ ഒരു വലിയൊരു ദുരന്തം, എന്താ വെച്ചാൽ രണ്ടാമത്തെ ഉരുൾപൊട്ടലിലാണ് മൊത്തം അടിച്ചു പോയത്. അതില് ഈ ആ സൗണ്ട് കേട്ട് ഇവരെന്നെ, ഈ നമ്മളെ അവിടെ ഉണ്ടായിരുന്ന ഓഫീസർമാരും അവിടെയുള്ള സിവിലിലുള്ള ആളുകളൊക്കെ തന്നെ എല്ലാവരും കൂടി കാടിന് മുകളിലേക്ക്, മലിന് മുകളിലേക്ക് കയറി പോയത് കൊണ്ടാണ് അവര് രക്ഷപ്പെട്ടത്. പാലത്തിന്റെ അതിന്റെ അപ്പുറത്ത് തന്നെ, അപ്പുറത്തേക്ക് ഏതായാലും പോകാൻ കഴിയാത്ത രീതിയിലായിരുന്നു മലവെള്ളപ്പാച്ചിലും ചളിയും എല്ലാം കൂടി ഉള്ളത്. കാല് തന്നെ മുട്ടിനും അരക്കറ്റം പൂണ്ടു പോകുന്ന രീതിയിലുള്ള ചടികളാണുള്ളത്. അതിലേക്ക് ഇറങ്ങി ആ രാത്രിയിൽ ഈ മൊത്തം കരണ്ടും പോയി ഒരു ഇരുട്ടില് രക്ഷാപ്രവർത്തനം നടത്താൻ അത്രയും പ്രയാസമുള്ള ടൈമിലാണ് വീണ്ടും ഉരുൾപൊട്ടിയതും ഇവരെ എന്തോ ഭാഗ്യവശാൽ ഈ മലിന്റെ മുകളിലേക്ക് കയറി രക്ഷപ്പെട്ടു. നമ്മൾ അവിടെ എത്തുമ്പം തന്നെ നല്ല മഴയായിരുന്നു, നിൽക്കാത്ത മഴയായിരുന്നു. ആ മഴ പെയ്യുമ്പോൾ തന്നെ അവിടുത്തെ ആ പ്രദേശത്തെ ആളുകൾ പറയുന്നുണ്ട് ഇനിയും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്, അതല്ലേ നല്ല മലവെള്ളപ്പാച്ചിലുണ്ടാവും, ശ്രദ്ധിക്കണമെന്നുള്ളത്. അത് പറയുന്ന കൂടെ തന്നെ നമുക്ക് മനസ്സിലായി ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൂടുതൽ വരും. അത് ഒന്നും കൂടി കലങ്ങിയ വെള്ളം തന്നെ വരുന്നത്, അത് ഒന്നുകൂടി കലക്ക് കൂടിയിട്ടാണ് വരാറ്. അതിന് 3-ാമത്തെ ദിവസം നല്ല വെയിൽ കിട്ടി. അതുകൊണ്ട് തന്നെ റെസ്ക്യൂ ചെയ്യാനുള്ളത് മൊത്തം ഞാൻ അവിടെ 2 ദിവസം ഹോസ്റ്റലിൽ നിന്നു. പിന്നെ പോന്ന് അതിന്റെ പിറ്റേന്നാണ് ഞാൻ പോയത്. പിന്നെ 3 ദിവസം കൂടി, അങ്ങനെ 5 ദിവസമാണ് എനിക്ക് അവിടെ റെസ്ക്യൂ ചെയ്യാനുള്ള അവസരം കിട്ടിയത്. ഈ റോപ്പ് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി റോപ്പ് കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ ടൈമിൽ നമ്മൾ ഈ വെള്ളം ഭക്ഷണമൊക്കെ അങ്ങോട്ട് എത്തിക്കുന്ന ടൈമിൽ തന്നെ അവർക്ക് മെഡിസിൻ ആവശ്യമുണ്ടെന്ന് പറയുകയും, ഇവിടുന്ന് നമ്മൾക്ക് പത്രത്തിലും മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ലേഡി ഡോക്ടർ അടക്കം, മിംസിലുള്ള ലേഡി ഡോക്ടർ അടക്കം നമ്മൾ അപ്പോൾ ഞങ്ങളാണ് അവരെ റോപ്പിൽ ആ ഭാഗത്തേക്ക് എത്തിച്ചതും. അതിൻ്റെ കൂടെ ഫസ്റ്റ് എയ്ഡിനുള്ള മരുന്നും കാര്യങ്ങളും അവിടെ എത്തിക്കുകയും അവരും അതോടുകൂടി നമ്മളെ സഹകരിച്ചുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഫസ്റ്റ് എയ്ഡ് വെച്ച് കിട്ടുകയും എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളോ കൊടുക്കാണ്ടെങ്കിൽ അത് കൊടുത്ത് ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ് അവരെ നമ്മൾ റോപ്പ് റെസ്ക്യൂ ചെയ്തിട്ടുള്ളത്. പരിക്ക് പറ്റിയ ആളുകൾക്ക് എന്തൊക്കെ പരിക്കാന്ന് ഇപ്പുറത്തുള്ള ഞങ്ങൾക്ക് അറിയില്ലല്ലോ.
പക്ഷെ അവർ അവിടുന്ന് തന്നെ ഈ വരുന്ന പേഷ്യന്റെ കാല് പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് എന്നാൾക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ട്, അല്ലെങ്കിൽ സീരിയസ് ആണ്, ആ ഒരു നിർദ്ദേശം അവിടുന്ന് കിട്ടുകയും ആ രീതിയിൽ നമുക്ക് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്.